ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റൂ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അതേപോലെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ആണ്. കാറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു വലിയ ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏലക്കായും നമ്മളുടെ കറുവാപ്പട്ടയും കറിയാമ്പൂവും കൂടിയാണ്. അത് നന്നായിട്ടൊന്ന് ചൂടായി ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതിന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 100 ഗ്രാമോളം ഇഞ്ചിയുണ്ട്, ഒരു 150 ഗ്രാമോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മുരിഞ്ഞ മണം വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 150 ഗ്രാമോളം പച്ചമുളക് ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഇതേപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു 1.5 കിലോയോളം സവാളയുണ്ട്. അപ്പോൾ സവാളയും കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ശരിക്കും നല്ല ചെറുതാക്കി സ്ലൈസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. ഈ ചിക്കൻ ഒരു 4 ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ 4 ചിക്കൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 9 കിലോയോളം ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം വിനാഗിരിയും ഉപ്പും ഇട്ട് വച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലൈം ജ്യൂസാണ്. ഒരു 3 ചെറുനാരങ്ങയുടെ ജ്യൂസ് ഉണ്ട്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ ചിക്കനൊക്കെ നല്ല വൈറ്റ് കളറിൽ വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു 6 തേങ്ങയുടെ 2-ാം പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 4 ലിറ്റർ പാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കിലോ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത്, 1 കിലോ ക്യാരറ്റ് ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചിക്കനും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 10-15 മിനിറ്റ് ഇതേപോലെ കിടന്ന് നന്നായിട്ട് വേവണം. അപ്പോൾ കവർ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കവർ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഉരുളിക്ക് വലിയ ഉരുളി ആയത് കാരണം ഇത് കവർ ചെയ്യാൻ പറ്റിയ പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 വലിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ പുഴുങ്ങി പൊടിച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഈ ഉരുളക്കിഴങ്ങിന് പകരം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് 2 ടേബിൾ സ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തതാണ്, അതായത് കുരുമുളക് പൊടിച്ചത്, ചതച്ചെടുത്തതാണ് കേട്ടോ. ഒരുപാട് പൊടിയൊന്നുമല്ല, ചതച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് നല്ല ഗരം മസാലപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗരം മസാലപ്പൊടി ഹോം മെയ്ഡാണ് കേട്ടോ. അതായത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. നല്ല സ്മെല്ലാണ് ഈ ഒരു ഗരം മസാലയ്ക്ക്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ടി തേങ്ങാപ്പാലാണ്. അത് ഒരു 2 ലിറ്റർ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചൂടായി ആവി വരുന്നൊരു സമയം വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ആവി വന്നു, അത് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 50 ഗ്രാമോളം കാഷ്യൂ നട്ടാണ്. അപ്പോൾ ഈ കാഷ്യൂ നട്ടൊക്കെ നന്നായിട്ട് ഇതേപോലെ ഫ്രൈ ആയി വരണം. അത് നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ഒരു 100 ഗ്രാമോളം ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ്, അതായത് സ്ലൈസ് ആയിട്ട് തീരെ കനം കുറച്ച് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.